ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോട്ടൺ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വീനെക്ക് മോഡലാണ്. കൂടെ ഫ്രണ്ടിൽ സെൻറ്ററിലായിട്ട് പ്ലീറ്റ് വരുന്നൊരു മോഡൽ ഏലിയൻ കുർത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. 2 മീറ്റർ ഫാബ്രിക് എടുത്തേക്കുന്നത്. ഇതിൻ്റെ വീതി 43 ഇഞ്ചാണ് കേട്ടോ. ലൈനിങ് എടുക്കുന്നില്ല, കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം നമുക്ക് തുണി മടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നീളത്തിലാണ് നമ്മൾ ആദ്യം രണ്ടായിട്ട് മടക്കുന്നത്. നീളത്തിൽ രണ്ടായിട്ട് മടക്കിയിട്ട് പിന്നെ ഒന്നുകൂടി മടക്കി 4 ഫോൾഡ് ചെയ്യുവാണ്. അപ്പോൾ ആദ്യം നീളത്തിൽ രണ്ടായിട്ട് മടക്കിയിട്ട് ഫ്രണ്ടിലെ പോർഷന് വേണ്ടിയിട്ടുള്ള തുണിയിൽ നമ്മൾ ഫ്രണ്ടിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് കുറച്ച് എക്സ്ട്രാ തുണി വേണ്ടേ. അതിനായിട്ട് ഒരു 4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. എന്നിട്ടത് നമ്മളിതാ ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്ത് വെക്കുവാണ്. 4 ഇഞ്ചാണ് നമ്മൾ മടക്കി ഇതുപോലെ അയൺ ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് അതിതാ ഇതുപോലെ അറ്റത്തോട്ട് വെച്ച് 4 ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ 4 ഫോൾഡ് ചെയ്തേക്കുന്നത്. ഈ 4 ഫോൾഡ് ചെയ്തതിൻ്റെ വീതി നമ്മൾ എടുത്തേക്കുന്നത് 18 ഇഞ്ചാണ്. ഇനി അതിൻ്റെ സൈഡിൽ ബാക്കിയുള്ള തുണിയുണ്ടല്ലോ, അത് നമ്മൾ മുറിച്ച് കളയും. ഇത്രയും തുണി ബാക്കിയില്ലേ സൈഡിൽ 18 ഇഞ്ച് കഴിഞ്ഞിട്ട്, അപ്പോൾ അത് നമ്മളിതാ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്, മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് 4 ഇഞ്ച് നമ്മളവിടെ മടക്കി വെച്ച് അയൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആദ്യം ആ ഫ്രണ്ടിലെ പീസിങ് എടുത്തിട്ട് അയൺ ചെയ്തത് നിവർത്തണം. നമ്മൾ സൈഡിലാണ് 4 ഇഞ്ച് എടുത്തിരുന്നത്. അത് നമുക്ക് ആ തുണിയെടുത്ത് നിവർത്തി തേച്ച് ആ മടക്കി വെച്ച് ഒന്നുകൂടി തേച്ച് നിവർത്തിയിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം. അപ്പോൾ നമ്മളെടുത്ത 4 ഇഞ്ച് രണ്ടായിട്ട് മടക്കി കഴിയുമ്പോൾ ഫോൾഡഡ് സൈഡിൽ 2 ഇഞ്ച് എക്സ്ട്രാ കാണുമല്ലോ. ആ 2 ഇഞ്ച് നമ്മളത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൈഡിലായിരുന്നു എക്സ്ട്രാ എടുത്തത്, അതുകൊണ്ടാണ് 4 ഇഞ്ച് ആയത്. ഇപ്പോൾ നമ്മൾ രണ്ടായിട്ട് മടക്കിയില്ലേ, അപ്പോൾ ഫോൾഡഡ് സൈഡ് വന്നതുകൊണ്ട് 2 ഇഞ്ചായത്. മനസ്സിലായോ പറഞ്ഞത്? ഇനി ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത സ്ട്രെയിറ്റ് ലൈനിലോട്ട് നമ്മുടെ ബാക്ക് പോർഷൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തത് വെച്ച് കൊടുക്കാം. ഫോൾഡഡ് സൈഡ് എല്ലാം ഒരുമിച്ചാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇനിയാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ സെൻറ്ററിൽ പ്ലീറ്റ് വരുന്നതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ 2 ഇഞ്ച് എടുത്തേക്കുന്നത്. നിങ്ങൾ സെൻറ്ററിൽ പ്ലീറ്റ് ഇടുന്നില്ലെങ്കിൽ ഈ എക്സ്ട്രാ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഈ 2 ഇഞ്ച്. അല്ലാതെയും നമുക്ക് നോർമലായിട്ട് മാർക്ക് ചെയ്യുന്ന പോലെ ചെയ്യാം. മാർക്കിങ് ചെയ്യുമ്പോൾ ആ 2 ഇഞ്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മളത് ആ ബാക്കിൽ കറക്റ്റ് നമ്മൾ വെക്കില്ല, ബാക്ക് പോർഷനിൽ വെച്ചിട്ടാണ് ഷോൾഡർ മാർക്ക് ചെയ്തേക്കുന്നത്. എക്സ്ട്രാ ഉള്ള 2 ഇഞ്ച് നമ്മൾ കൂട്ടത്തില്ല. ഷോൾഡർ 6.5 ഇഞ്ച്, താഴത്തേക്ക് ആം ഹോൾ 6.25 ഇഞ്ച്, നമ്മളെപ്പോഴും മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ. ഇനി നമുക്ക് അവിടെ ചെസ്റ്റ് 1 ആണ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് 10 ഇഞ്ചാണ് കേട്ടോ, അതും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ അടുത്തത് വെയ്സ്റ്റ് ലെങ്ത്താണ്. ഷോൾഡറിൽ നിന്ന് 12.5 ഇഞ്ചിൽ വെയ്സ്റ്റ് ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ വെയ്സ്റ്റ് റൗണ്ടിൻ്റെ 4/1 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് 9.5 കേട്ടോ എനിക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് ഹിപ്പാണ്. ഹിപ്പ് ലെങ്ത്ത് ഞാനിവിടെ 21 ഇഞ്ച് എടുക്കുന്നത്. ഹിപ്പ് റൗണ്ടിൻ്റെ 4/1 പ്ലസ് 2-3 ഇഞ്ച് ലൂസിങ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് എ ലൈൻ അല്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഞാൻ 11.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തത്. എന്നിട്ട് പിന്നെ താഴത്തെ കോർണറിലോട്ട് അതങ്ങ് കൂട്ടി മുട്ടിച്ചാൽ മതി. പിന്നെ അടിവശത്തൊരു റൗണ്ട് ഷേപ്പും കൂടി കൊടുക്കണം. അത് ഇപ്പോൾ വെട്ടുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. താഴത്തെ വശത്തേക്ക് ഞാൻ കൂട്ടി മുട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളാണ് വരയ്ക്കേണ്ടത്. ആം ഹോൾ വരയ്ക്കാനായിട്ട് ആ ലൈൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആ സെൻറ്ററിൽ നിന്ന് നേരെ താഴത്തേക്ക് ഇതുപോലെ കുഴിച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ടിലെ ആം ഹോൾ വരയ്ക്കുന്നത്. ഇവിടെ ഫ്രണ്ടിലെ ആം ഹോൾ വരയ്ക്കേണ്ട കാര്യമില്ലായിരുന്നു കേട്ടോ, ഞാൻ പിന്നെ ഓർക്കാതെ വരച്ചതാണ്. ബാക്കിലെ ആം ഹോളും നമ്മളിതായിപ്പോൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ ആം ഹോളിൽ കൂടിയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അതിന് മുമ്പ് താഴത്തത് അതുപോലെ അടിവശത്തൊരു റൗണ്ട് ഷേപ്പ് നമ്മൾ മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ബാക്കിലെ ആം ഹോളിൽ കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലെ ആം ഹോൾ കുഴിച്ച് വരയ്ക്കണം. ഞാനിപ്പോൾ അതേ അളവ് വെച്ചിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഫ്രണ്ടിലെ ആം ഹോൾ നമ്മൾ ഇതേപോലെ കുഴിച്ച് വെട്ടുന്നുണ്ട്. ഇനിയാണ് നമുക്ക് അതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് ആ 2 ഇഞ്ച് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നിന്നാണ് നമ്മൾ നെക്ക് വിട്ട്
3 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തു. അവിടെ നിന്ന് അപ്പുറത്തേക്ക് ഒരു 2 ഇഞ്ച് കൂടി നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 ഇഞ്ചല്ലേ എടുത്തത്, അതേപോലെ അപ്പുറത്തും 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 9.5 ഇഞ്ചാണ്. എല്ലാവർക്കും സെയിം അളവ് തന്നെയാണ്. അതേപോലെ ഇങ്ങോട്ടേക്കും 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. മുകളിലെടുത്ത 2 ഇഞ്ച് തന്നെ താഴെയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങനെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് അത് മുകളിലത്തെ ആ 2 ഇഞ്ചിൽ എക്സ്ട്രാ എടുത്തത് അങ്ങോട്ടേക്ക് കൂട്ടിമുട്ടിക്കുവാണ്. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുവാണ്. കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് ഇതുപോലെയാണ് കിട്ടുന്നത്. എന്നിട്ട് ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കും. പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും 2 ഇഞ്ച് വേണം അവിടെ കിട്ടാനായിട്ട്. അങ്ങനെ വേണം പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. ആദ്യം ടേപ്പ് വെച്ച് മെഷർ ചെയ്ത് നോക്കുക, 2 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ എടുത്തപ്പോൾ 2 ഇഞ്ച് ഉണ്ട്. സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടി നോക്കണം 2 ഇഞ്ച് തന്നെയാണോ എന്ന്. ഇനിയിപ്പോൾ കഴുത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ 4 ഇഞ്ച് വീതിയിൽ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് കുറച്ച് ഒരു 16-17 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത്രയൊന്നും വേണ്ട കേട്ടോ, ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ടത് 2ആയിട്ട് മടക്കി ഒന്ന് അയൺ ചെയ്യണം. 4 ഇഞ്ച് വീതിയാണ്. എന്നിട്ട് 2ആയിട്ട് മടക്കി അയൺ ചെയ്യുമ്പോൾ നമുക്ക് 2 ഇഞ്ച് വീതിയിൽ കിട്ടും. അയൺ ചെയ്തിട്ട് ഇതിൻ്റെ തുറന്ന വശം ഉണ്ടല്ലോ അത് കഴുത്തിലോട്ട് വെച്ച് കൊടുക്കണം. കഴുത്തിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും താഴത്തോട്ട് ഒരു 2-3 ഇഞ്ചോ വിട്ടിട്ട് വേണം വെച്ച് വിട്ടിട്ടല്ല, താഴത്തേക്ക് 2-3 ഇഞ്ചോ ഉണ്ടാവണം. അങ്ങനെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. തുറന്ന വശം കഴുത്തിലോട്ട് വെച്ച് കൊടുക്കണം. കണ്ടോ, ഇത്രയെങ്കിലും താഴത്തേക്ക് അതുണ്ടാവണം. കണ്ടോ, അതേപോലെ 2 സൈഡിലും വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കോർണറിൽ നമ്മൾ കട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലേ അത് പുറകോട്ട് മറിക്കുമ്പോൾ നല്ല ഫിനിഷിൽ കിട്ടുള്ളൂ. അങ്ങനെ മറിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് ആ പുറകിലെ തുണിയൊക്കെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ വി ഷേപ്പ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത് പോലെ ബാക്കിലെ തുണിയൊക്കെ വലിച്ച് നമ്മൾ റെഡിയാക്കി വെക്കണം. അത് നിങ്ങൾ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും കേട്ടോ. എന്നിട്ട് എക്സ്ട്രാ ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പ്ലീറ്റ് കൊടുത്ത ഭാഗം ഉണ്ടല്ലോ അവിടെ അത് നമ്മൾ അകത്തേക്കാക്കിയിട്ട് ഫോൾഡ് ചെയ്യണം. ആ സ്റ്റിച്ച് കൊടുത്ത ഭാഗമില്ലേ പ്ലീറ്റിൻ്റെ, അത് ഇതേപോലെ അകത്തേക്കാക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തേക്കണേ. കണ്ടോ, നമുക്ക് ഇതുപോലെ നെക്ക് നീറ്റായിട്ട് കിട്ടും. പക്ഷേ ഇതിപ്പോൾ പ്രിൻറ്റഡ് ക്ലോത്ത് ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് റെഡ് കളറിലെ പ്രിൻറ്റഡ് ക്ലോത്ത് വെച്ചാലും നല്ല രസമായിരിക്കും. പക്ഷേ എൻ്റെ ഇല്ലായിരുന്നു, അതാണ് ഞാൻ വെക്കാഞ്ഞ്. അല്ലെങ്കിൽ പ്ലെയിൻ മെറ്റീരിയലിലാണ് നമ്മൾ ഇതേപോലെ നെക്ക് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നല്ലപോലെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് ഉള്ള പ്രിൻ്റ് തുണിയിൽ വെച്ചിട്ട് വേണം ഈ കഴുത്തിൽ അടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ മനസ്സിലാവും. അപ്പോൾ ഇനി ബാക്കിലെയും ഫ്രണ്ടിലെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യണം. ബാക്കിലെ നെക്ക് നമ്മൾ വരയ്ക്കുന്ന കാണിച്ചില്ലായിരുന്നു, ഇതാണ് കേട്ടോ. ഇതിപ്പോൾ ബാക്കിലെ പോർഷൻ 2ആയിട്ട് മടക്കിയിട്ട് നെക്ക് വിട്ട് 3 ഇഞ്ചും നെക്കിൻ്റെ ഇറക്കം 1.5 ഇഞ്ചുമാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. 1 ഇഞ്ച് ആയാലും മതി, അല്ലെങ്കിൽ 1/2 ഇഞ്ചായാലും മതി. കയറിയ കഴുത്ത കുറച്ചുകൂടി ഭംഗി. എന്നിട്ട് നമ്മളത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്ലീവ്സിനായിട്ട് ഇതുപോലെ കുറച്ച് തുണിയെടുത്ത് 4ആയിട്ട് മടക്കിയിട്ടേക്കുവാണ്. സ്ലീവ് നമ്മൾ മുട്ട് വരെയുള്ള സ്ലീവാണ് കേട്ടോ വയ്ക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്ത് 11.5 ഇഞ്ചാണ്. തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് എടുക്കുന്നത്. സ്ലീവിൻ്റെ ബോട്ടം വിട്ട് 6 ഇഞ്ച് എടുക്കുന്നുണ്ട്. പിന്നെ ആം ഹോൾ നമ്മൾ 6.25 എടുത്തത്. അപ്പോൾ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് 9.5-10 ഇഞ്ച്. അവിടെ നിന്ന് താഴത്തേക്കാണ് നമ്മളിപ്പോൾ 3.5 ഇഞ്ചിൽ പോയിൻ്റ് ഇട്ടിട്ട് അങ്ങോട്ട് ആം ഹോൾ കുഴിച്ച് വരച്ചത്. ഇതേപോലെ സ്ലീവ്സ് വരച്ചിട്ട് നമ്മൾ ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുവാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലും ഒരു നോച്ച് കൊടുത്തേക്കണേ. അപ്പോൾ സ്ലീവ്സ് ജോയിൻ ചെയ്യാൻ നേരത്ത് എളുപ്പമായിരിക്കും. നമുക്കിത് ഇതേപോലെയാണ് കേട്ടോ കിട്ടുന്നത്. നിങ്ങൾക്ക് ഫോട്ടോ ഇട്ടാൽ അത്ര കണ്ട് മനസ്സിലാവില്ല എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്ത് കാണിക്കുന്നത്. ഇതിപ്പോൾ പ്രിൻറ്റഡ് ക്ലോത്ത് ആയതുകൊണ്ട് ഒട്ടും മനസ്സിലാവുന്നില്ല നമ്മുടെ കഴുത്തും പ്ലീറ്റ്സും. പ്ലെയിൻ മെറ്റീരിയലാണ്, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ആ തുണി വെച്ചിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലായേനെ. നിങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ നോക്കിയിട്ട് എടുക്കണം കേട്ടോ. കഴുത്ത് പക്ഷേ നമുക്ക് നീറ്റായിട്ട് കിട്ടും.